ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നമ്മൾ തേർഡ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ നമുക്ക് ലിസൺ, സമയം കളയുന്നില്ല, നേരെ പോകാം. ദ അറ്റ്മോസ്ഫിയർ ഹാസ് എ ലെയർഡ് സ്ട്രക്ചർ. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ലെയർഡ് സ്ട്രക്ചർ ആണ് എന്തിനുള്ളത്? അറ്റ്മോസ്ഫിയർ ഉള്ളത് അല്ലേ? യെസ്. These layers are classified based on changes in temperature and density. ഈ ഒരു ലെയർ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലും വരുന്ന ചേഞ്ചസുകൾ നോക്കിയിട്ടാണ് ഒരു ലെയർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഡെൻസിറ്റി ഓഫ് എയർ ഈസ് ഹൈയസ്റ്റ് നിയർ ദി എർത്ത് സർഫേസ്. എർത്ത് സർഫേസിലോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്? എയറിന്റെ ടെമ്പറേച്ചർ എയറിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ആവുന്നുണ്ട്. കാര്യം മനസ്സിലാക്കാം. എയർ ഡെൻസിറ്റി ഡിക്രീസസ് ഗ്രാജുവലി വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. അല്ലെ, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എയറിന്റെ ഡെൻസിറ്റി കുറയുന്നുണ്ട്. അതായത് താഴോട്ട് വരുന്നതോടും എയറിന്റെ ഡെൻസിറ്റി കൂടും അല്ലെ. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടടാ? എയറിന്റെ ഡെൻസിറ്റി കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ടെമ്പറേച്ചർ ആൾസോ ചേഞ്ചസ് ഫ്രം വൺ ലെയർ ടു അനദർ. ഓരോ ലെയറിലും മാറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എയർ ഡെൻസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ആൻഡ് ദ 5 മേജർ ലെയേഴ്സ് വേർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, പിന്നെ ഏതാണ് നമ്മളെ തെർമോസ്ഫിയർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പോസ്ഫിയർ. ഇത്തരത്തിലുള്ള 5 ലെയേഴ്സ് ആണ് എന്തിനുള്ളത്? നമ്മൾ അറ്റ്മോസ്ഫിയറിനുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. സോ നമുക്ക് ഓരോന്ന് നോക്കിയാലോടാ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആദ്യം ഏതുണ്ട്? ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ ആൻഡ് ലാസ്റ്റ് വൺ എക്സോസ്ഫിയർ. ഇതിലുള്ള 5 ലെയേഴ്സ് ഓഫ് ഒരു ലെയറാണ് എന്തിനുള്ളത്? നമ്മൾ അറ്റ്മോസ്ഫിയറിന് ഉള്ളത്. എന്നിട്ടോ ആദ്യം നമ്മൾ പറഞ്ഞ ട്രോപ്പോസ്ഫിയർ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നാം ജീവിക്കുന്ന ഈ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ആവറേജ് ഹൈറ്റ് ഓഫ് അബൌട്ട് 12 കിലോമീറ്റേഴ്സ് അല്ലേ. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റേഴ്സ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കുക അല്ലേ. പിന്നെ ആൻഡ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ആൾട്ടിറ്റ്യൂഡ്. നമുക്കറിയില്ല, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് കുറയുന്ന? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഊട്ടിയിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അല്ലേ, നല്ല ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്തിൽ ടെമ്പറേച്ചറിൽ കുറവ് വരുന്നില്ലേ? അതാണ് പറയുന്നത്. പിന്നെ എയർ വി ബ്രെത്ത് എക്സിസ്റ്റിയർ, നമ്മൾ ശ്വാസം എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ വാട്ടർ വേപ്പർ ആൻഡ് ക്ലൗഡ്സ് എക്സിസ്റ്റിയർ അല്ലെ, മഴ. നമ്മൾ നോക്കൂ, നിയർലി ഓൾ വെതർ ഫിനോമിന സച്ച് ആസ് റെയിൻഫാൾ, ഫോഗ് ആൻഡ് ഹെയിൽ ഒക്കർ ഇൻ ദിസ് ലെയർ. അല്ലെ, മഴ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ലെയറിലാണ് കേട്ടോ. ഏത് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 80 to 18 മീറ്റർ ആണ്. 80 to 18 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് ആവറേജ് ആയിട്ട് നമ്മൾ എത്ര പറയുന്നത്? ഒരു 12 കിലോമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? റെയിൻഫാൾ, ഫോഗ്, ഹെയിലൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? നമ്മളെ ട്രോപ്പോസ്ഫിയറിലാണ്. ദെൻ സെപ്പറേറ്റ് ഫ്രം ദി സ്ട്രാറ്റോസ്ഫിയർ ബൈ ദി ട്രോപ്പോസ്പൗസ്. ഇതാണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും തമ്മിലുള്ള ആ ഒരു സെൻട്രൽ വിളിക്കുന്ന പേരാണ്, ആ ഒരു ബൗണ്ടറി വിളിക്കുന്ന പേരാണ് ട്രോപ്പോപൗസ് എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? സോ അടുത്തിലോട്ട് പോകും. അടുത്ത മിസോസ്ഫിയർ ആണ്. എന്താ മിസോസ്ഫിയർ? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. എന്താണ്? ലൈസ് അബോവ് ദി ട്രോപ്പോസ്ഫിയർ, എക്സ്റ്റെൻഡ്സ് അപ് ടു 50 കിലോമീറ്റേഴ്സ്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത 50 കിലോമീറ്റർ എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഐഡിയൽ ഫോർ ഫ്ലൈയിങ് എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ ഒക്കെ ഇവിടെ ഇതിലൂടെ എന്ത് ചെയ്യുക? ഫ്ലൈ ചെയ്യുക. കാരണം ഇഷ്യൂ ഒന്നുമില്ല, മഴ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് എയറോപ്ലെയിൻ ഒക്കെ എന്ത് ചെയ്യുക? കൂടുതലും ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രീ ഓഫ് ക്ലൗഡ്സ് ആൻഡ് അതർ വെതർ ഡിസ്റ്റർബൻസസ്. അവിടെ എയറോപ്ലെയിൻ എന്തില്ല? ക്ലൗഡ്സ് ഇല്ല, വെതർ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതാണ് അവർ അതിലൂടെ പോകാനുള്ള കാരണം. കണ്ടെയ്ൻസ് എ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ്. ഓസോൺ ഗ്യാസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഓസോൺ ഗ്യാസ് ഷീൽഡ് us ബൈ ഫിൽറ്ററിങ് ദി സൺസ് ഹാർംഫുൾ റേഡിയേഷൻ ഇൻക്ലൂഡിങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ അല്ലേ. നമുക്കറിയാം UV റേസ് ഒക്കെ സണ്ണിൽ നിന്ന് വരുന്നുണ്ട്. അതിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് ഏതാണ്? ഓസോൺ ലെയർ ആണ്. ആ ഓസോൺ ലെയർ എവിടെയാണുള്ളത്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് മനസ്സിലാക്കാം. Then stratopause marks the boundary between the stratosphere and the mesosphere. ഇവിടെ പറഞ്ഞില്ലേ, സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും തമ്മിലുള്ള ബൗണ്ടറിയാണ് എന്താടാ? സ്ട്രാറ്റോപൗസ് എന്ന് പറയുന്നത് കേട്ടോ. സെറ്റല്ലേ? ശരി. നെക്സ്റ്റ് എന്താ? അടുത്ത മിസോസ്ഫിയർ ആണ്. ലൈസ് അബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ അറിയാം. തേർഡ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അത് നമുക്കറിയാം. എക്സ്റ്റെൻഡ്സ് അപ് ടു 80 കിലോമീറ്റേഴ്സ്. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ പിന്നീട് 80 കിലോമീറ്റേഴ്സ് എന്താണ്? മിസോസ്ഫിയർ ആണ്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ എന്താണ്? ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് മെറ്റോറിറ്റൈസ് എൻ്ററിങ് ഫ്രം സ്പേസ് ബേൺ അപ്പ് ഇൻ ദി മിസോസ്ഫിയർ. അതായത് ഇപ്പം നമ്മൾ ഉൽക്ക എന്ന് പറയുന്ന സാധനം ഇല്ലടാ, അതൊക്കെ സ്പേസിൽ നിന്ന് വരുന്ന മെറ്റോറിറ്റൈസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ബേൺ ചെയ്യപ്പെടുക. എവിടെ വെച്ചിട്ടാണ്? മിസോസ്ഫിയറിലാണെന്ന് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? തെർമോസ്ഫിയർ. ടെമ്പറേച്ചർ റൈസസ് വെരി റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. എവിടെ?
തെർമോസ്ഫിയറിൽ. ആൻഡ് ഗ്യാസ് മോളിക്യൂൾസ് അബ്സോർബ് ദി എക്സ്റേസ് ആൻഡ് ഷോർട്ട് വേവ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഓഫ് ദി സൺ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ എന്ത് അബ്സോർബ് ചെയ്യുന്നുണ്ട്? എക്സ്റേ, അതുപോലെ തന്നെ UV റൈസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക. എക്സ്റ്റെൻസ് ഫ്രം 80 to 700 കിലോമീറ്റേഴ്സ് എന്താണ്? നമ്മുടെ തെർമോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഹെൽപ്സ് വിത്ത് റേഡിയോ ട്രാൻസ്മിഷൻ ബൈ റിഫ്ലക്റ്റിംഗ് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി എർത്ത് ബാക്ക് ടുവേർഡ്സ് ഇറ്റ്. അതായത് നമുക്കറിയാം റേഡിയോ സ്റ്റേഷനിലിടാ നമുക്കൊരാൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, ആദ്യം ഇവിടെ തെർമോസ്ഫിയറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുള്ള അടുത്ത ഏരിയക്ക് പോകുന്നുള്ള അല്ല, ആ ഒരു മെസ്സേജ് സിസ്റ്റം അല്ലെ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ വേവ്സ്. അത് എവിടെയാണ്? നമ്മൾ അയോണോസ്ഫിയറിലാണ് അത് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക. അയോണോസ്ഫിയർ ഈസ് എ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ. ആ കാര്യം കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. ദെൻ നോർത്തേൺ ആൻഡ് സൗത്തേൺ ലൈറ്റ്സ് ഒറോറ ഒക്കർ ഇൻ ദി തെർമോസ്ഫിയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒറോറോസ് എക്കോർ ചെയ്യുന്ന എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. MCQ ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കണം. സോ സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്തത് എക്സോസ്ഫിയർ ആണ്. അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി തിൻ എയർ. ഇവിടെ വളരെ തിൻ ആയിട്ടുള്ള എയർ ആണുള്ളത്. അതേപോലെ തന്നെ ലൈറ്റ് ഗ്യാസസ് ലൈക്ക് ഹീലിയം ആൻഡ് ഹൈഡ്രോജൻ ഫ്ലോട്ട് ഇൻ ടു സ്പേസ് ഡ്യൂ ടു വീക്ക് ഗ്രാവിറ്റി. അവിടെ ഗ്രാവിറ്റി വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഹീലിയം ഹൈഡ്രോജൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പേസിലോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓൾ ദ ലെയേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സസ്. ഓൾ ദ ലെയേഴ്സ് അഫക്ട് ദ എർത്ത് വെതർ ആൻഡ് ക്ലൈമറ്റ്. കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഓസോൺ ലെയർ എവിടെയെന്ന് മനസ്സിലാക്കാം, അയോണോസ്ഫിയർ എവിടെയാണ് കാണുന്നത് മനസ്സിലാക്കുക, അതുപോലത്തെ മെറ്റീരിയലൈസ് എവിടെ നിന്നാണ് ബേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഒറോറാസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് MCQ എന്ത് ചെയ്യാറുള്ളത്? ചോദിക്കാറുള്ളത്. സെറ്റ് അല്ലേ? ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് സാർ വരാം. അതുവരെ ബൈ.